പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 ബുധൻ. പ്രധാന വാർത്തകൾ. ഒമാനിൽ ലോബസ്റ്റർ സീസൺ ആരംഭിച്ചു. വരും ദിവസങ്ങളിൽ വിപണിയിൽ സുലഭമായി ലഭിക്കും. ഇന്നലെ ആരംഭിച്ച മത്സ്യബന്ധന സീസൺ നവംബർ അവസാനം വരെ തുടരുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോബസ്റ്റർ കടൽജീവിയെ പിടിക്കാൻ പ്രത്യേക കാലയളവ് മാത്രമാണ് മന്ത്രാലയം അനുവദിക്കുന്നത്. മറ്റു മാസങ്ങളിൽ ഇവയുടെ പ്രജനന കാലമാണ്. ആഗോളതലത്തിൽ വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ലോബസ്റ്ററുകളെ ഒമാനിലെ ദോഫാർ, അൽവുസ്ത, ഷർക്കിയ എന്നീ പ്രദേശങ്ങളിലെ സമുദ്രത്തിൽ നിന്നുമാണ് കൂടുതലും ലഭിക്കാറുള്ളത്. ഗാന്ധി ജയന്തി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലാർ സേവനങ്ങൾ 98 28 22 70 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 80 07 12 34 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും എംബസി അറിയിച്ചു. ഒമാൻ പൗരന്മാർക്ക് ശ്രീലങ്കയിലേക്ക് ഇനി വിസരഹിത യാത്ര. വിവിധ GCC രാഷ്ട്രങ്ങൾക്കും ഇന്ത്യൻ ഉൾപ്പെടെ 33 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീലങ്കയിൽ വിസയില്ലാതെ പ്രവേശിക്കുന്നതിന് ഇന്നലെ മുതൽ അനുമതി ലഭിച്ചു തുടങ്ങി. 30 ദിവസം വരെയാണ് വിസയില്ലാതെ രാജ്യത്ത് കഴിയാൻ സാധിക്കുക. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഇതുവഴി സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുകയും ലക്ഷ്യം വെച്ചാണ് ശ്രീലങ്കയുടെ പുതിയ നീക്കം. ശ്രീലങ്കയിലേക്ക് വിസരഹിത യാത്രാ സൗകര്യം ഒരുങ്ങുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതുവഴി ഇന്ത്യയിലേക്ക് കൂടി ഒരുമിച്ചുള്ള ട്രാവൽ പാക്കേജുകളും ഏർപ്പെടുത്താൻ സാധിക്കും. കൊളംബോ തിരുവനന്തപുരം വിമാനയാത്ര ചെലവ് കുറഞ്ഞതും സമയം വളരെ കുറവുമാണ്. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടി ഇത് ഗുണം ചെയ്യും. ഇന്ത്യൻ നഗരങ്ങൾ വഴി ശ്രീലങ്കയിലേക്കുള്ള വിമാനയാത്രയും പുതിയ അവസരങ്ങൾ തുറന്നിടുകയാണ്. കടലിൽ പുതിയ എണ്ണ. വാതക പ്രദേശം തുറക്കാൻ ഒമാൻ. 21,140 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കൺസ്ട്രക്ഷൻ ഏരിയ തെക്കൻ സമുദ്ര മേഖലയിലാണെന്നും ഒമാൻ ഊർജധാതു മന്ത്രാലയം അറിയിച്ചു. നമ്പർ 18 എന്ന പേരിലുള്ള കൺസ്ട്രക്ഷൻ ഏരിയ ഹൈഡ്രോ കാർബൺ വിഭവങ്ങളുള്ള ഊർജ പര്യവേഷണത്തിനും വികസനത്തിനും ഗണ്യമായ സാധ്യതയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പെട്രോളിയം ജിയോളജിസ്റ്റ് മസ്കത്തിൽ സംഘടിപ്പിച്ച ഊർജത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ജിയോളിക്കൽ സയൻസിന്റെ പങ്ക് എന്ന പ്രതിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം. എണ്ണവാതക മേഖലയിൽ ഇതുവഴി കുതിച്ചുചാട്ടമുണ്ടാകും. ശൈത്യകാല ടൂറിസത്തെ വരവേൽക്കാനൊരുങ്ങി മുസന്തം ഗവർണറേറ്റ്. ഇത്തവണ കൂടുതൽ സഞ്ചാരികളെ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് വിനോദസഞ്ചാര കാലമായി മുസന്തമിൽ കൊണ്ടാടുന്നത്. കപ്പൽ സഞ്ചാരികളാണ് ഇവിടെയെത്തുന്ന സന്ദർശകരിൽ മുന്നിൽ. കഴിഞ്ഞ ശൈത്യകാലത്ത് വിവിധ GCC, അറബ്, യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂസ് കപ്പലുകൾ വഴി 68,243 സഞ്ചാരികളാണ് ഇവിടെ എത്തിയിരുന്നത്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയയിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന നടന്നത്. സ്വദേശീവൽക്കരണ നിരക്ക് അധികൃതർ പരിശോധിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനത്തെ പ്രധാന പൈതൃക വിനോദസഞ്ചാര കേന്ദ്രമായ മത്ര സൂക്കിന്റെ മുൻഭാഗത്തിന്റെ മുഖം മിനുക്കുന്നു. സൂക്കിലെ പ്രധാന കവാടത്തിന്റെ ദൃശ്യവൈകല്യങ്ങൾ പഠിക്കുന്നതിനും ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ അപാകതകൾ പരിഹരിക്കാൻ വാസ്തുവിദ്യയും വിശദവുമായ ഡിസൈനുകളും നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൈതൃക ടൂറിസം മന്ത്രാലയം പദ്ധതി ആവിഷ്കരിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇന്നലെയും കനത്ത മഴ ലഭിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ഇന്നലെയും വിവിധ ഭാഗങ്ങളിൽ തുടർന്നു. മഴയെ തുടർന്ന് വാദികൾ കവിഞ്ഞൊഴുകി. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇത് ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ചിലയിടത്ത് ആലിപ്പഴ വർഷമുണ്ടായി. ദാഖ്ലിയ, വടക്കൻ ഷർക്കിയ, ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കത്ത് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത്. യങ്കൽ, ഇബ്രി, ഖാബൂറ, റുസ്താഖ്, സുഹാർ, ദംഗ്, റുസ്താഖ്,
ഗുറിയാത്ത്, നെഗൽ, ഗസബ്, തെക്കൻ ബൗഷർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത്. ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയാള നാടകശാഖയിലെ വിപ്ലവകാരിയായ നാടകകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ ഒറ്റയാനായി സഞ്ചരിച്ച അതുല്യ കലാകാരൻ ABTയുടെ സ്മരണാർത്ഥം NBT ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പ്രവാസി നാടക പ്രതിഭാസ സംസ്ഥാന പുരസ്കാരം തിയേറ്റർ ഗ്രൂപ്പ് മസ്കത്തിന്റെ അമരക്കാരൻ അൻസാർ ഇബ്രാഹിം ആർട്ടിസ്റ്റ് കലാരത്ന സുജാതൻ മാസ്റ്ററിൽ നിന്നും ഏറ്റുവാങ്ങി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.